ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമെന്നാണ്. എന്നാലും നമ്മുടെ ആവശ്യമല്ലേ, നമ്മൾ പോയി മോണിറ്റർ ചെയ്യുക. തീർച്ചയായിട്ടും ഹോം ലോണൊക്കെ എടുത്തിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും വർക്ക് ചെയ്യുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ്. 100% മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രഖ്യാപനം ന്യൂസ് വരുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ ഒരു 50 to 60% മൂവ് ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊരു സൂപ്പർ ബുൾ മാർക്കറ്റ് ആണെങ്കിൽ ഒരു ചെറിയ പോസിറ്റിവിറ്റി വന്നാൽ മതി, പറന്ന് മോളി പോലെ. ഓർക്കുന്നുണ്ടോ രാജസ്ഥാൻ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ മാർക്കറ്റ് 19,000 എന്താണ്ടായിരുന്നു. അപ്പോഴാണ് BJP അവിടെ ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ വിൻ കിട്ടുന്നത്. അന്ന് തുടങ്ങിയ ബുള്ളിഷ്നെസ് വിത്തൗട്ട് എ കറക്ഷൻ എവിടെ വരെ പോയി? 26,000 വരെയൊക്കെയുള്ള വലിയ മൂവ്മെന്റ്, 7,000 പോയിന്റിന്റെ വലിയ മൂവ്മെന്റ്. അതാണ് ബുൾ മാർക്കറ്റ്. പക്ഷെ കറന്റ് എന്താണ്? അങ്ങനെ റിപ്പോ റേറ്റ് 6.5 നിന്ന് 6.25 ആയിട്ട് കുറച്ചിരിക്കുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റിനെ ആശ്വസിക്കാനുള്ളൊരു വകയുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സുനിൽ എന്ത് പറയുന്നു? സ്റ്റോക്ക് മാർക്കറ്റിന് മാത്രമല്ല, പബ്ലിക്കിനും ഭയങ്കരമായിട്ട് ആശ്വസിക്കാനുള്ള വകയുണ്ട്. കാരണം 5 വർഷമായിട്ടുള്ള EMI റേറ്റൊക്കെ കുറയാനായിട്ട് പോവുകയാണ്. ഹോം ലോൺ, ഹൗസിംഗ് ലോൺ, അതുപോലെ തന്നെ വെഹിക്കിൾ ലോണൊക്കെ എടുത്ത ആൾക്കാർക്ക് ഒരു ചെറിയൊരു ആശ്വാസം ഇതുകൊണ്ട് ഉണ്ടാകും. അപ്പോൾ ഇൻഡയറക്റ്റ്ലി സംഭവിക്കാൻ പോകുന്നത് മാർക്കറ്റിലോട്ട് കൂടുതൽ മണി ഫ്ലോ ഇതിന് സാധ്യതയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് 5 വർഷത്തിന് ശേഷം ഈ ഒരു റേറ്റ് കട്ട് വരുത്തിയത് എന്നുള്ളത്, ഒന്നാമത് നമ്മുടെ പഴയ RBI ഗവർണർ ശക്തികാന്ത ദാസ് എന്ന് പറയുന്ന വ്യക്തി വളരെ പ്രഗത്ഭനായിട്ടുള്ള വ്യക്തി തന്നെയായിരുന്നു. വേൾഡ് ലെവലിൽ പോലും അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് ടോപ്പായിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച സെൻട്രൽ ബാങ്ക് ഗവർണേഴ്സിന് നോക്കുമ്പോൾ പുള്ളി ആ ലിസ്റ്റിലുണ്ട് എന്നുള്ളത് നമുക്കും വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താ ഈ തവണ ചെയ്തത്? ഈ തവണ അദ്ദേഹത്തിൻ്റെ സമയം കഴിഞ്ഞ് മൽഹോത്ര പുതിയതായിട്ട് RBI ഗവർണറായിട്ട്, സഞ്ജയ് മൽഹോത്ര RBI ഗവർണറായിട്ട് വരുന്നു. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇദ്ദേഹം കഴിവുള്ള ആളാണോ, കൺട്രോൾ ചെയ്യാനുള്ള കഴിവുള്ള ആളാണോ എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇദ്ദേഹം വരുന്നു. റിപ്പോ റേറ്റ് 25 ബേസിസ് പോയിൻറ്റ് കുറയ്ക്കുന്നു. അപ്പോൾ 25 ബേസിസ് പോയിൻറ്റ് കുറയ്ക്കുക എന്നുള്ളത് എല്ലാവരും എക്സ്പെക്റ്റഡ് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും വളരെ ശക്തമായിട്ടുള്ളൊരു റിക്കവറി റാലി തന്നെ നടത്തിയത്. അപ്പോൾ 25 എല്ലാവരും ആഗ്രഹിച്ചതെങ്കിലും മനസ്സിൽ ഒരു 50 കിട്ടിയിരുന്നു എങ്കിൽ എന്നാണ് എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ഒരു ബീറിഷ്നെസ് കാണിക്കാനുള്ള കാരണം മനസ്സിൽ എവിടേക്കോ 50 ഉണ്ടായിരുന്നു, പക്ഷെ 25 കിട്ടിയാൽ മതി എന്നായിരുന്നു. അപ്പോൾ 25 കിട്ടാനുള്ള മൂവ് ഓൾറെഡി നടത്തി കഴിഞ്ഞു. 50 കിട്ടാത്തതിൻ്റെ ഒരു സങ്കടം മാർക്കറ്റ് ഇന്നലെ കാണിച്ചു എന്നുള്ളതാണ്. ഇത് വളരെ ക്രൂഷ്യലായിട്ടുള്ള സമയത്ത് തന്നെയാണ് ഈ ഒരു ബേസിസ് പോയിന്റ് കുറച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും. മാത്രമല്ല ഈ ഒരു നമ്മുടെ ആദായ നികുതിയുടെ പരിധി 12 lakh ആയതും ഒരു പോസിറ്റിവിറ്റിയാണ്. അതുപോലെ തന്നെ ഈ റിപ്പോ റേറ്റ് 25 കുറച്ചതും ഒരു പോസിറ്റിവിറ്റി തന്നെയാണ്. പക്ഷേ ഈ റിപ്പോ റേറ്റിന്റെ ഈ ഇഷ്യൂ ബാങ്കുകൾക്ക് ഒരു നെഗറ്റിവിറ്റി ഉണ്ടാക്കാനുള്ള ചാൻസ് ഇല്ല. ബാങ്കുകൾക്ക് ഒരു ഷോർട്ട് ടൈമിൽ ഒരു ചെറിയൊരു നെഗറ്റിവിറ്റി ഉണ്ട്, പക്ഷേ അത്ര വലിയ നെഗറ്റിവിറ്റി ഒന്നുമില്ല. കാരണം ഞാൻ പറയാം, ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ലോണിന് കുറച്ച് പലിശ ബാങ്കുകൾ കൊടുത്താൽ മതി. അതൊരു പോസിറ്റിവിറ്റിയാണ് ബാങ്കുകൾക്ക്. പണ്ടാണെങ്കിൽ ഇതൊരു പോസിറ്റിവിറ്റിയാണ് ബാങ്കുകൾക്ക് ഉണ്ടാക്കുക. പക്ഷേ കറണ്ട് സിറ്റുവേഷൻസിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിലൊക്കെ എന്ത് പറ്റി? റിപ്പോ റേറ്റ് കുറയ്ക്കുമ്പോൾ ആ ബെനിഫിറ്റ്സ് സാധാരണക്കാർക്ക് ഡയറക്റ്റ്ലി കിട്ടണം എന്നുള്ളൊരു നിർദ്ദേശം ഉള്ളതുകൊണ്ട് പണ്ടൊന്നും അത് വേണ്ടായിരുന്നു. ഗവൺമെൻറ് റിപ്പോ റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് ഒന്നും ബാങ്കുകൾ കുറച്ച് കൊടുക്കില്ലായിരുന്നു. അപ്പോൾ ഇപ്പം അങ്ങനെയല്ല, തന്നെ കുറയണം എന്നുള്ളതാണ് പല ലോണുകളിലും ഉള്ളൊരു കാര്യം. പക്ഷേ ചിലർ ഇപ്പോഴും അതിൽ കബഡം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണല്ലേ. ഓക്കെ, ചില ബാങ്കുകൾ ആദ്യമൊക്കെ അത് ചെക്ക് ചെയ്യണമായിരുന്നു. പക്ഷെ കറണ്ട് സിറ്റുവേഷൻസിൽ ബാങ്കുകൾ തന്നെ കുറയ്ക്കും, EMI റേറ്റ് കുറയ്ക്കും, ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും എന്നാണ്. എന്നാലും നമ്മുടെ ആവശ്യമല്ലേ, നമ്മൾ പോയി മോണിറ്റർ ചെയ്യുക. തീർച്ചയായിട്ടും ഹോം ലോണൊക്കെ എടുത്തിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് അതിൽ വരുത്തേണ്ടതുണ്ട്. അത് ബാങ്ക് തന്നില്ലെങ്കിൽ ചോദിച്ച് വാങ്ങണം എന്നുള്ളതാണ്. ചിലപ്പോൾ ചിലരത് ഹൈഡ് ചെയ്യാനുള്ള ചാൻസസ് വരിക, അല്ലെ? ചെറിയ ബാങ്കുകളൊക്കെ ഹൈഡ് ചെയ്യാനുള്ള ചാൻസ് ഹൈ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ബാങ്കുകൾ മാത്രമല്ല, നമ്മുടെ KSF പോലുള്ള മറ്റു ലോൺ എടുക്കുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ, അവരും ആക്ച്വലി റേറ്റ് കുറച്ച് കൊടുക്കണമെന്ന് തന്നെയാണ്. അപ്പോൾ എവിടെയൊക്കെയാണോ നിങ്ങൾക്ക്, പ്രത്യേകിച്ച് ഹോം ലോൺ, വെഹിക്കിൾ ലോൺ, ഇത് രണ്ടിനും, ഹോം ലോൺ വെഹിക്കിൾ ലോൺ ഇല്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. വെഹിക്കിളൊക്കെ റെഡി ക്യാഷ് കൊടുത്തിരിക്കുന്നവർ വളരെ വിരളമായിരിക്കും. ഇത് രണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അതെല്ലാവരും നോട്ട് ചെയ്യേണ്ട ഒരു, ചോദിച്ച് മേടിക്കാം. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ നമ്മളൊരു ബാങ്ക് FD ഇട്ടിരിക്കുകയാണ്, അടുത്തൊരു കൊല്ലത്തേക്കാണ് FD ഇട്ടിരിക്കുന്നത്. അപ്പോൾ FDയുടെ ഇൻട്രസ്റ്റ് കുറയ്ക്കണമല്ലോ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല, ബാങ്കുകൾക്ക് പെട്ടെന്ന് FD ഇൻട്രസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റില്ല. മെച്യൂർഡ് ആകുന്ന നിലയ്ക്ക് മാത്രമാണ് FDയുടെ ഇൻട്രസ്റ്റ് കുറയ്ക്കാനായിട്ട്
ബാങ്കുകൾക്ക് പറ്റുള്ളൂ. ഇത് ബാങ്കുകൾക്ക് ഒരു ഷോർട്ട് ടൈമിൽ ഒരു ചെറിയ നെഗറ്റിവിറ്റി ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ലോൺ കൊടുക്കുന്ന പരിധി, കൂടുതൽ ആളുകൾ ലോൺ എടുക്കാൻ വരും, കാരണം പലിശ കുറവാണ്, കൂടുതൽ ആളുകൾ ലോൺ എടുക്കാൻ വരും. അപ്പോൾ ടോട്ടൽ ടേൺ ഓവർ കൂടാനും കൂടുതൽ ബിസിനസ് വരാനും ഒക്കെയുള്ള സാധ്യതയുണ്ടാവും. പിന്നെ NPA ഒക്കെ വളരെ റീസെൻ്റായിട്ട് വളരെ അധികമായിട്ട് കൂടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നത് NPA ഒക്കെ ഒന്ന് കുറയാനായിട്ടുള്ള, അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ കയ്യിലോട്ട് കൂടുതൽ ക്യാഷ് ഫ്ലോ ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണമാവും. ഗവൺമെൻറ് കഴിഞ്ഞ വർഷം വരെ നമ്മുടെ ഇൻഫ്ലേഷൻ കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി 6.5 തന്നെ നിലനിർത്തിയിരുന്നത്. പക്ഷേ കറണ്ട് സിറ്റുവേഷൻസിൽ എന്താണ്, ഇൻഫ്ലേഷൻ കുറയണില്ല. ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്തിട്ട് ഇൻഫ്ലേഷൻ കുറയുന്നില്ല. ഗവൺമെൻറ്റിന് സാധനങ്ങളുടെ വില പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ഇത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഗവൺമെൻറ് മാർക്കറ്റിൽ ഇടപെട്ടിട്ട് വേണം ഇനിയും കുറയ്ക്കാമെന്ന് മനസ്സിലാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടാതെ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. ഡിമാൻഡ് ഇല്ലാഞ്ഞിട്ട് കൂടി സാധനങ്ങളുടെ വില കുറയുന്നില്ല. ഇത് ഭയങ്കര വലിയൊരു പ്രതിഭാസമാണ്. ഇത് കൺട്രോൾ ചെയ്യാൻ ഗവൺമെൻറ്റിന് പറ്റിയില്ലെങ്കിൽ വളരെ വലിയൊരു പ്രത്യാഘാതം നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കൺസപ്ഷനിൽ ഭയങ്കര കുറവുണ്ടായതുകൊണ്ട് ഗവൺമെൻറ് ഇൻകം ടാക്സിൽ നിന്ന് കുറച്ച് കൺസപ്ഷൻ ഡിമാൻഡ് ഉണ്ടാക്കി. ഇപ്പോൾ റിപ്പോ റേറ്റ് കുറച്ചു, വീണ്ടും കൺസപ്ഷൻ ഉണ്ടാക്കി. നമ്മുടെ കറൻസി 87 അടുത്ത് എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഭയങ്കരമായിട്ട് കറൻസിയുടെ വാല്യൂ ഇടിഞ്ഞു. കാരണം എന്തുകൊണ്ടാണ്, ഫെഡ് റിസർവ് പല പ്രാവശ്യം റിപ്പോ റേറ്റ് കുറച്ചിട്ടും 1-2 പ്രാവശ്യമൊക്കെ റിപ്പോ റേറ്റ് കുറച്ചിട്ടും നമുക്ക് കുറയ്ക്കാൻ സാധിച്ചില്ല. നമ്മുടെ ഇൻഫ്ലേഷൻ കൊണ്ട് നമ്മുടെ ഗവൺമെൻറ് പിടിച്ച് നിൽക്കുക, അല്ലെങ്കിൽ RBI പിടിച്ച് നിർത്തി. ഇത് നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറയ്ക്കാനൊരു കാരണമായിട്ടുണ്ട്. ഉറപ്പാണ് നമ്മുടെ കറൻസി പിടിച്ച് നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ റിപ്പോ റേറ്റ് കുറച്ചത്. മാത്രമല്ല നമ്മുടെ GDP ഗ്രോത്ത് 6-ന് മുകളിൽ 6.7 എങ്കിലും എത്തിക്കണമെങ്കിൽ നമുക്ക് കൂടുതൽ ഫണ്ട് ഫ്ലോ മാർക്കറ്റിലോട്ട് കൊണ്ടുവരണം, കൂടുതൽ ലിക്വിഡിറ്റി മാർക്കറ്റിലോട്ട് കൊണ്ടുവരണം. SME സെക്ടറുകളിലാണെങ്കിലും പബ്ലിക് സെക്ടറുകളിലൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് അവിടെയൊക്കെ ഒരു ഗ്രോത്ത് കൊണ്ടുവരണമെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഒരു റിപ്പോ റേറ്റ് കുറച്ചത് ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. പക്ഷേ എല്ലാ സെക്ടേഴ്സിനും അത് പോസിറ്റീവ് ആവണമെന്നില്ല. പല സെക്ടറുകളെയും പല രീതിയിലായിരിക്കും ഇത് ബാധിക്കുക. എങ്ങനെയാണ് അതിനെ നമുക്കൊന്ന് വിലയിരുത്താൻ? മെയിൻലി കൺസപ്ഷൻ കൂടും എന്നുള്ളതാണ്. നമ്മൾ ഇൻകം ടാക്സ് കുറച്ചപ്പോൾ ഏതൊക്കെ സെക്ടറിനാണ് പോസിറ്റീവ് എന്ന് പറഞ്ഞത് എന്ന് ഓർക്കുന്നുണ്ടാകുമല്ലോ. FMCG, ഓട്ടോ, റിയൽ എസ്റ്റേറ്റ്, ഈ ബാങ്ക്, ഈ സെക്ടറുകൾക്കൊക്കെ പോസിറ്റീവ് ആയിരിക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞ. ഇതേ സെക്ടറുകൾക്ക് തന്നെയാണ് റിപ്പോ റേറ്റിന്റെ കുറവും പോസിറ്റീവ് ആയിട്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ സെക്ടറുകളിൽ ഒരു ബുള്ളിഷ്നെസ് വരാൻ സാധ്യതയുണ്ട്, ഗ്രാജുവലി വരാൻ സാധ്യതയുണ്ട്. ഒരു റീസൺ കൊണ്ടല്ല, 2 റീസൺ കൊണ്ട്. ആ സെക്ടറുകൾ കുഴപ്പമില്ലാത്തൊരു വാല്യുവേഷനിലാണ്. അപ്പോൾ അടുത്ത ക്വാർട്ടറിലോ പിന്നീട് വരുന്ന ക്വാർട്ടറിലോ ഈ വരുന്ന സെക്ടറുകൾ ഒന്ന് പോസിറ്റീവ്. കൂടാതെ NBFCകൾക്ക്, NBFC ഒന്നും കുറേ നാളുകളായിട്ട് മൂവ് ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ NBFCകൾക്കും ഇതൊരു പോസിറ്റിവിറ്റി തന്നെയാണ്. അവർക്കും കുറഞ്ഞ പലിശയ്ക്ക് ലോൺ കിട്ടും, അവർക്ക് കൂടുതൽ ബിസിനസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ സെക്ടറുകളിൽ ശരിക്കും 2 ട്രിഗേഴ്സ്, 2 പോസിറ്റിവിറ്റി വന്നു എന്ന് വേണം നമ്മൾ റീഡ് ചെയ്യാൻ. പക്ഷേ ഓൾറെഡി ഈ ന്യൂസൊക്കെ ഓൾറെഡി എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ ഒരു ബുള്ളിഷ്നെസ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി ഒരു എൻട്രി അതിൽ പോസിബിലിറ്റി ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും വർക്ക് ചെയ്യുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ്. ശരിയാണത്. അപ്പോൾ 100% മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രഖ്യാപനം ന്യൂസ് വരുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ ഒരു 50-60% മൂവ് ചെയ്യും. പക്ഷേ റിപ്പോ റേറ്റിൻ്റെയൊക്കെ എഫക്റ്റിൻ്റെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊരു മൂവ്മെൻറ്റ് നടത്തി, അതിൽ നിന്നൊരു കറക്ഷനും നമ്മൾ മാർക്കറ്റിൽ വന്നു. പക്ഷേ ഞാൻ പറയുന്നത് പെട്ടെന്നൊരു പോസിറ്റിവിറ്റി ഉണ്ടായില്ലെങ്കിലും ഇപ്പോൾ ഒരു കറക്ഷനൊക്കെ ചിലപ്പോൾ ഇനി പെൻഡിങ് ഉണ്ട് മാർക്കറ്റിൽ. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ 50,000, ഇപ്പോൾ ഇന്നലെ നമ്മൾ ക്ലോസ് ചെയ്തത് 50,000 മുകളിൽ നിന്ന് മാർക്കറ്റ് ക്രാഷ് ചെയ്ത് താഴെ പോയിട്ട് വീണ്ടും തിരിച്ച് 50,000 മുകളിൽ കൊണ്ടുവന്ന് മാർക്കറ്റ് നിൽക്കുമായിരുന്നു. 50,150 ഇന്നലെ ക്ലോസ് ചെയ്ത് അവസാന നിമിഷം ഒരു. അപ്പോൾ 50,000 മുകളിൽ നിലനിൽക്കാൻ സാധിക്കുന്ന ഒരു പോസിറ്റിവിറ്റിയാണ്. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ മൊത്തത്തിലുള്ള ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മേജർ ബ്രേക്ക് ഡൗൺ കഴിഞ്ഞിട്ടാണ് ഈ ഒരു പോസിറ്റിവിറ്റി വരുന്നത് ബാങ്കിൽ. ആഫ്റ്റർ ദാറ്റ് അവിടെ ഒരു റീടെസ്റ്റ് നടത്തി നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് വരുന്നത്. നിഫ്റ്റി ആണെങ്കിലും നിഫ്റ്റി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മേജർ ലെവലിൻ്റെയൊക്കെ താഴത്ത് തന്നെയാണ് നിൽക്കുന്നത്, വലിയ പോസിറ്റിവിറ്റി ഒന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വന്നു, എന്നിട്ടും മാർക്കറ്റിൽ പോസിറ്റിവിറ്റി വരുന്നില്ലെങ്കിൽ ഇനി എന്ന് വരാനാണ് എന്നുള്ളതാണ് സംസാരിക്കുന്നത്. ഒരു പക്ഷേ വളരെ നെഗറ്റീവായിട്ടിരിക്കുന്ന ഒരു സെൻറ്റിമെൻറ്റ്സിനെ ന്യൂട്രലാക്കാനെങ്കിലും ഈ നയങ്ങൾ ഉപകരിക്കും. അങ്ങനെ ന്യൂട്രൽ ആകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ സെക്ടറുകളിലെ ചില സ്റ്റോക്കുകൾ ലോങ് ടൈമിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ടൈമിൽ നമുക്ക് മികച്ച റിട്ടേൺസ് നൽകാനൊരു സാധ്യതയുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് ഇതുകൊണ്ട് അങ്ങോട്ട് റിവേഴ്സ് ആകുമെന്നോ അല്ലെങ്കിൽ 27,000 പോകുമെന്നോ എന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്. മാർക്കറ്റിൻ്റെ ബീറിഷ്നെസ്സിന് ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. FIs സ്റ്റിൽ സെല്ല് ചെയ്യുന്നുണ്ട്,
അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ, മാർച്ച് പകുതിയോടുകൂടിയേ മാർക്കറ്റ് തിരിച്ചു വരുള്ളൂ എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സ്റ്റിൽ ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്ന ഫെബ്രുവരി ഫസ്റ്റ് വീക്കേ ആയിട്ടുള്ളൂ. അപ്പോൾ മാർക്കറ്റിൻ്റെ ബീറിഷ്നെസ് അവസാനിച്ചിട്ടില്ല എന്നാണ് സ്റ്റിൽ ഞാൻ പറയുന്നത്. ഫെബ്രുവരിയിൽ ട്രംപും മോദിയും തമ്മിലൊരു കൂടിക്കാഴ്ചയുണ്ട്. ഇതും ഞാൻ വളരെ വലിയൊരു ഇവൻ്റായിട്ട് കാണുകയാണ്. FIAസിൻ്റെ ഡിസിഷൻ മേക്കിങ്ങിന് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു പാർട്ട് ഈ മോദി ട്രംപ് കൂടിക്കാഴ്ചയ്ക്ക് ഉണ്ടാകും. അവിടെ നല്ല പ്രഖ്യാപനങ്ങളോ പോസിറ്റീവായിട്ടുള്ള സമീപനങ്ങളോ കൂടെ നിന്ന് ചിരിച്ച് ഫോട്ടോ എടുത്തിട്ട് കാര്യമില്ല. പ്രഖ്യാപനങ്ങളിലും നയങ്ങളിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് FIAs വീണ്ടും നമ്മുടെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാനായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ FPIs മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ പോരാ, ഇവിടെ FD ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരണം. ഇതാണ് നമ്മുടെ എക്കണോമീനെ എന്ത് ചെയ്യുക, ബൂസ്റ്റ് ചെയ്യുക. ഇപ്പോൾ FPIs ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കും, FPIs നാളെ ഇടും, മറ്റൊന്ന് ദിവസം തിരിച്ചെടുത്തിട്ട്. ഇതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. സ്റ്റോക്ക് മാർക്കറ്റ് കയറി ഇറങ്ങിയൊക്കെ ചെയ്യും എന്നല്ലാതെ നമ്മുടെ എക്കണോമിക്ക് മൊത്തത്തിലൊരു വളർച്ച ഉണ്ടാകണമെങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ എക്കണോമിയിലോട്ട് വരണം. അതിനുള്ള സാഹചര്യങ്ങൾ മോദി ട്രംപ് കൂടിക്കാഴ്ചയിൽ ഉണ്ടാകണം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മോദി ഇവിടെ നിന്ന് ഫ്ലൈറ്റിൽ കയറി ഇരിക്കുമ്പോഴേക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ അത് റിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങും. എനിക്ക് തോന്നുകയാണ് നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ട് ടീച്ചറിൻ്റെ അടുത്തേക്ക് പോയി പാച്ചപ്പ് ചെയ്യാൻ പോകുമ്പോൾ നമ്മളോട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ മോദി ട്രംപിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ആക്ച്വലി അങ്ങനെയാണ്. പക്ഷേ ഈ ട്രംപ് എന്ന് പറഞ്ഞ വ്യക്തി ഒട്ടും പ്രവചനം കൈപ്പിടിക്ക് തരുന്ന ആളല്ലല്ലോ. ഇങ്ങനെ വർത്തമാനം പറയുന്ന സമയത്ത് പുള്ളി പലരോടും ചൂടാവാറുണ്ട്. പെട്ടെന്നാണ് പുള്ളി നയങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ചൈനയ്ക്കെതിരെയൊക്കെ വൻ മാറൽ 10%. അപ്പോൾ ചൈന തിരിച്ച് 15%, മെക്സിക്കോയ്ക്ക് 10%, മര്യാദയ്ക്ക് ബോർഡർ അടച്ചോ എന്നൊക്കെ വളരെ പബ്ലിക്കായിട്ട് വിളിച്ച് പറയാനുള്ള ഗട്ട്സ് അദ്ദേഹം കാണിക്കുകയാണ്. മോദിനെ സപ്പോർട്ട് ചെയ്തതിന്റെ താഴെ സുനിലിന്റെ സംഗീതം എല്ലാവരും ഞാൻ മോദീനെ സപ്പോർട്ട് ചെയ്യുമോ അല്ലെങ്കിൽ ട്രംപിനെ സപ്പോർട്ട് ചെയ്യുമെന്നല്ല, ഞാൻ പബ്ലിക്കലി അറിയാവുന്ന കോമൺ ആയിട്ടുള്ള ഫാക്ടറിൽ ഈ ഒരു പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സാറ്റർഡേ രാവിലെയാണ് നമ്മുടെ ഡൽഹി റിസൾട്ട്, ഇലക്ഷൻ്റെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ന്യൂസ് വെച്ച് നോക്കുകയാണെങ്കിൽ 70 സീറ്റോളത്തിൽ 44 സീറ്റ് നമ്മൾ 24-ൽ നമ്മുടെ SKനും ഹാഷ്മിയും ഇപ്പം സംസാരിക്കുന്നത് കണ്ടോ. ഏകദേശം 44 സീറ്റിൻ്റെ ലീഡ് ഓൾറെഡി BJPക്ക് ഉണ്ട്. ഇത് മാർക്കറ്റിന് ഒരു പോസിറ്റിവിറ്റി അല്ലേ? സ്റ്റേബിൾ ഗവൺമെൻറ് കൂടുതൽ സ്റ്റേബിളായിട്ട് വരുന്നു എന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഡൽഹി എത്ര വർഷത്തിന് ശേഷമാണ് തിരിച്ച് കിട്ടുന്നത്? എനിക്ക് തോന്നുന്നു BJPക്ക് 20 വർഷമോ 30 വർഷത്തിന് ശേഷം എന്താണ് ഡൽഹിയിൽ ഭരണം തന്നെ കിട്ടുന്നത്. കേന്ദ്രം കിട്ടിയിട്ട് കൂടിയും കിട്ടാത്ത സ്ഥലമായിരുന്നു ഡൽഹി. പണ്ട് ഇന്ത്യയുടെ ചരിത്രം അങ്ങനെ പരിശോധിക്കുമ്പോൾ അതിൻ്റെ അകത്ത് രസകരമുണ്ട്. ഡൽഹി ആര് ഭരിക്കുന്നു അവരായിരിക്കും ഇന്ത്യ ഭരിക്കുക എന്നൊരു ഹിസ്റ്ററി ഉണ്ട്. ഇപ്പോൾ ഗിൽജിയുടെ കഥ നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ മഗധ എംപയർ നോക്കുകയാണെങ്കിലും മുഗൾ എംപയറൊക്കെ നോക്കുകയാണെങ്കിൽ ഡൽഹി ആർക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. പക്ഷേ BJPയുടെ കേസ് വന്നപ്പോൾ ഈ രാജ്യം മൊത്തം കിട്ടിയിട്ടും അവർക്ക് ഡൽഹി മാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആഫ്റ്റർ ദാറ്റ് ഡൽഹി ഇന്ന് എപ്പോഴും റിസൾട്ട് തീരുമ്പോഴേക്കും BJP ഡൽഹി പിടിച്ചെടുക്കുക. 70-ൽ 44ഓളം സീറ്റ്, 35 സീറ്റ് 36 സീറ്റ് മതിയല്ലോ. വ്യക്തമായിട്ടുള്ള ലീഡ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് എന്നുള്ളതൊന്നും നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആസ് എ സ്റ്റോക്ക് മാർക്കറ്റ് പേഴ്സ്പെക്റ്റീവിൽ ഇത് സ്റ്റോക്ക് മാർക്കറ്റിന് കൂടി ഒരു പോസിറ്റീവാണ്. അപ്പോൾ എത്ര പോസിറ്റീവ് ഘടകങ്ങൾ അടുപ്പിച്ച് വരുന്നുണ്ട്. മാർക്കറ്റ് താഴെയാണ്, പക്ഷേ ഈ ഒരു ബീറിഷ് മാർക്കറ്റിൽ എത്ര പോസിറ്റിവിറ്റി വന്നാലും ഇതൊന്നും ഫാക്ടർ ആവത്തില്ല. എന്നാൽ ഇതൊരു ബുൾ മാർക്കറ്റ് ആയിരുന്നു എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊരു സൂപ്പർ ബുൾ മാർക്കറ്റ് ആണെങ്കിൽ ഒരു ചെറിയ പോസിറ്റിവിറ്റി വന്നാൽ മതി, പറന്ന് മോളിപ്പോൾ അല്ലേ. ഓർക്കുന്നുണ്ടോ രാജസ്ഥാൻ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ മാർക്കറ്റ് 19,000 എന്താണ്ടായിരുന്നു. അപ്പോഴാണ് BJPക്ക് അവിടെ ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ വിൻ കിട്ടുന്നത്. അന്ന് തുടങ്ങിയ ബുള്ളിഷ്നെസ് വിത്തൗട്ട് എ കറക്ഷൻ എവിടെ വരെ പോയി? 26,000 വരെയൊക്കെയുള്ള വലിയ മൂവ്മെൻറ്റ്, 7,000 പോയിൻറ്റിൻ്റെ വലിയ മൂവ്മെൻറ്റ്. അതാണ് ബുൾ മാർക്കറ്റ്. പക്ഷേ കറൻ്റ്ലി എന്താണ്? ഇതൊരു ബിയർ മാർക്കറ്റ് തന്നെയാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇനിയിപ്പോൾ തിങ്കളാഴ്ച നമ്മൾ കാണാൻ പോകുന്നത്. മാർക്കറ്റ് വലിയ ബുള്ളിഷ്നെസ് ഒന്നും കാണിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഒരു ബീറിഷ് മാർക്കറ്റിനെ ഒരു ന്യൂട്രൽ മാർക്കറ്റായിട്ട് മാറ്റാൻ ഈ ഘടകങ്ങൾക്ക് സാധിക്കും. ഗവൺമെൻറ്റിന് മാർക്കറ്റിൽ ഇടപെട്ട് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഇത് RBIക്ക് പറ്റുന്നില്ല. ഇൻഫ്ലേഷൻ റിപ്പോ റേറ്റ് കൂട്ടാൻ സാധിക്കില്ല. കാരണം അത് നമ്മുടെ GDP ഗ്രോത്തിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ GDP 7-ൽ കൊണ്ടുപോകണം ഇൻഫ്ലേഷൻ റിപ്പോ റേറ്റ്. അപ്പോൾ 7-ലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ പണപ്പെരുപ്പം കൂട്ടണം. അപ്പോൾ എന്ത് ചെയ്യണം? റിപ്പോ റേറ്റ് കുറച്ചേ പറ്റത്തുള്ളൂ. അതാണ് അവർ ചെയ്തത്. പക്ഷേ വിപണിയിൽ ഗവൺമെൻറ് ഡയറക്റ്റ് ഇടപെട്ടുകൊണ്ട് പച്ചക്കറിയുടെയൊക്കെ വില ഒരു രക്ഷയില്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് സബ്സിഡികളോ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള ഇടനിലക്കാരെ കൺട്രോൾ ചെയ്തുകൊണ്ടോ രാജ്യത്ത് വില നിയന്ത്രണം, പണപ്പെരുപ്പം ചുരുക്കുക അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ കുറയ്ക്കാനുള്ള ഡയറക്റ്റ് നടപടികൾ
ഉണ്ടാകണം എന്നുള്ളതാണ്. ഇപ്പോൾ GST കുറച്ചോ എന്ത് കാര്യങ്ങളും ചെയ്ത് രാജ്യത്ത് പണപ്പെരുപ്പം കുറച്ചാൽ മാത്രമാണ് ഇനിയും നമുക്ക് റിപ്പോ റേറ്റ് കുറയ്ക്കണം, റിപ്പോ റേറ്റ് 6 കൊണ്ടുവരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 6 കൊണ്ടുവന്നാൽ മാത്രമാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റുക, രാജ്യത്തിൻ്റെ വളർച്ച 7% മുകളിലോട്ട് കൊണ്ടുപോയി കറൻസി പിടിച്ചു നിർത്തുകയും FISനെ രാജ്യത്തോട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റുക. പക്ഷേ ഈ 6 കൊണ്ടുപോകുമ്പോൾ കൺസപ്ഷൻ കൂടുകയും ഡിമാൻഡ് കൂടുകയും ഒക്കെ ചെയ്യും, എങ്കിലും ഇൻഫ്ലേഷൻ കൂടാതെ നോക്കുകയും വേണം. അപ്പോൾ ഇതിനൊരു ബാലൻസ്ഡ് ആയിട്ട് ന്യൂട്രലായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റണം. ഇന്നലെ നമ്മുടെ RBI ഗവർണർ പറഞ്ഞത് കറണ്ട് സിറ്റുവേഷൻസിൽ ഒരു ന്യൂട്രൽ ലെവലിലോട്ട് കൊണ്ടുവരാൻ 25 ബേസിസ് പോയിൻറ്റ് കുറയ്ക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച് ഒരു 50 ബേസിസ് പോയിൻ്റെങ്കിലും കുറച്ചിരുന്നു എങ്കിൽ അത് മാർക്കറ്റിന് പെട്ടെന്നൊരു പോസിറ്റിവിറ്റി ഉണ്ടാക്കും എന്ന് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഗ്രാജുവലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറച്ച് ഒരു ക്രാഷ് ലാൻഡിന് പകരം ഒരു സേഫ് ലാൻഡാണ് നമ്മുടെ എക്കണോമിക്ക് നല്ലത് എന്നാണ്. പെട്ടെന്ന് മാർക്കറ്റിൽ ഒരു വോളറ്റൈലിറ്റി വന്നേനെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ്. അപ്പോൾ സാധാരണക്കാരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഹോം ലോൺ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ലോൺ, വെഹിക്കിൾ ലോണൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായി ബാങ്കിൽ പോയി അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് തരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും നിങ്ങളുടെ EMI കുറയുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഇത് എന്ത് ഫിനാൻഷ്യൽ സ്ഥാപനത്തിലാണെങ്കിലും നിങ്ങൾ ചോദിച്ച് വാങ്ങി നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കുറവ് വാങ്ങി എടുക്കണം. ഇത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വലിയൊരു ഗ്രോത്ത് ഉണ്ടാക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ഈ കറണ്ട് സിറ്റുവേഷനിൽ ഓൾറെഡി ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായതുകൊണ്ട് നമുക്ക് കുറച്ച് പൈസ കയറ്റി അടച്ച് അത് തീർക്കാൻ പറ്റില്ല. ഉറപ്പായിട്ടും ലോണൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് റിലേറ്റഡ് ഒരു റീൽ ചെയ്തിട്ടുണ്ട്, ആദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു, അപ്പോൾ EMIയുടെ എമൗണ്ട് കുറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഡിമിനിഷിംഗ് ഒക്കെ ആണെങ്കിൽ കൂടുതൽ പൈസ അടച്ചുകൊണ്ട് ലോൺ പെട്ടെന്ന് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോ വളരെ നല്ലൊരു കാര്യമാണ്. മാത്രമല്ല ഇനിയിപ്പോൾ ഹോം ലോണൊക്കെ എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് ലോൺ കിട്ടാൻ ഇതൊരു നല്ല സാഹചര്യമാണ്. പുതിയ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് ലോൺ കിട്ടാൻ ഇതൊരു നല്ല സാഹചര്യമാണ്. വെഹിക്കിൾ ലോൺ പെട്ടെന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഓട്ടോമൊബൈലിനെയും റിയൽ എസ്റ്റേറ്റിനെയും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് സുനിൽ കഴിഞ്ഞ ദിവസം നമുക്ക് വണ്ടി മാറാന്ന് പറഞ്ഞത്. ഓക്കെ, അത് റിപ്പോ റേറ്റ് വരുന്നതിന് മുമ്പ് തന്നെയല്ലേ നമ്മൾ സംസാരിച്ചത്. ഉറപ്പായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ ആ സെക്ടർ വൈസ് ഒക്കെ നോക്കി വെക്കുക. അപ്പോൾ 5 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ റിപ്പോ റേറ്റിന്റെ ഒരു കുറവ് രാജ്യത്ത് വന്നിരിക്കുന്നത്. സോ വലിയ ഇമ്പാക്റ്റുകൾ മാർക്കറ്റിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഗ്രാജുവലി സഡൻ അല്ല. സുനിൽ പറഞ്ഞ പോലെ ക്രാഷ് ചെയ്ത് ലാൻഡ് ചെയ്യാൻ പോകുന്നത് ഒരു സേഫ് ലാൻഡാക്കി മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് എ ഗുഡ് സൈൻ. അപ്പോൾ എന്തായാലും മാർച്ച് പകുതിയോടുകൂടി അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി നമുക്ക് കാണാൻ പറ്റുമെന്ന് തന്നെയാണ് തോന്നുന്നത്. സോ വീണ്ടും ഒരു പോഡ്കാസ്റ്റ് ആയിട്ട് കാണുന്നവരേക്കും ബൈ.